ഉസ്താദിൻ്റെ ആത്മീയമായ ഗുരുക്കൾ, ഉസ്താദിൻ്റെ ഈ യാത്രയിലുള്ള ഓരോ പഠനത്തിലും അതുപോലെ തന്നെ ദർസി രംഗത്തും ഒക്കെയുള്ള രചനാരംഗത്തുമുള്ള അവസ്ഥകളാണ് പറഞ്ഞത്. ഇന്നിപ്പോൾ ആത്മീയ ലോകം ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്. അപ്പോൾ ഉസ്താദിൻ്റെ ആത്മീയ ഗുരുക്കൾ ആരൊക്കെയാണ്? ആത്മീയ ഗുരുക്കൾ എന്ന് പറഞ്ഞാൽ പല നിലക്ക് മനസ്സിലാക്കാം. ചിലപ്പോൾ ചില മഹാന്മാരെ കണ്ടാൽ തന്നെ അതിൻ്റേതായൊരു തബറുക്കുണ്ടാവും. എനിക്ക് ബഹുമാനപ്പെട്ട മമ്മിക്കുട്ടി തരത്ത് വാക്യത്ത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓർലിക്സും മറ്റു കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ എൻ്റെ അടുക്കൽ ഏൽപ്പിച്ച് കക്കിപ്പുറം അബൂബക്കർ മുസ്ലിയാരുടെ ഹദറത്തിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ കേട്ടിട്ടേ ഉള്ളിരുന്നു. കുറ്റിപ്പുറമോടെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി അങ്ങനെ അന്വേഷിച്ച് അൽഹംദുലില്ലാ ബഹുമാനപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ കക്കിപ്പുറം അബൂബക്കർ മുസ്ലിയാരെ കാണാനുണ്ടായ ഭാഗ്യം ലഭിച്ചു. പിന്നെ ഈ മമ്മിക്കുട്ടി ഹദറത്ത് തന്നെയാണ് എന്നെ ബഹുമാനപ്പെട്ട ഹിബത്തുല്ലാ തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുന്നത്. നമ്മെ പഠിപ്പിച്ച ദീനിയായ കാര്യങ്ങൾ ശരിയത്ത് പഠിപ്പിച്ച ഉസ്താദന്മാർ നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഞാൻ ഹിബത്തുല്ലാ തങ്ങളുടെ അടുക്കൽ പോകുന്നത്. അങ്ങനെ ഹദറത്തിൻ്റെ സലാം പറഞ്ഞ് ഹിബത്തുല്ലാ തങ്ങളുടെ അടുത്ത് പറഞ്ഞയച്ചത് ഹദറത്താണെന്ന് പറഞ്ഞ് വിഷയങ്ങൾ അറിയിച്ചു. അങ്ങനെ ഹിബത്തുല്ലാ തങ്ങളാണ് എനിക്ക് ഖദരിയ്യ ത്വരീഖത്തിൻ്റെ ഇജാസത്ത് നൽകിയിട്ടുള്ളത്. മറ്റ് തിബിൻ്റെയും മറ്റ് പല വിഷയങ്ങളുടെ ഇജാസത്ത് ബഹുമാനപ്പെട്ട സുമൻ്റെ ഇജാസത്തുമൊക്കെ ഹിബത്തുല്ലാ തങ്ങളാണ് നൽകിയിട്ടുള്ളത്. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞു. അതിന് ശേഷമാണ് ബഹുമാനപ്പെട്ട മഞ്ഞനാട് ഉസ്താദുമായിട്ട് പ്രത്യേകമായ ബന്ധം സ്ഥാപിക്കുന്നത്. മഞ്ഞനാട് ഉസ്താദായിട്ടുള്ള ബന്ധം അറിയാമല്ലോ. ആ വീട്ടിൽ അങ്ങനത്തെ പോലെയാണ് ഇപ്പോഴും ആ വീട്ടുകാരൊക്കെ ബന്ധപ്പെട്ടവരൊക്കെ കാണാറുള്ളത്. ഉസ്താദ് ചില കാര്യങ്ങളിലൊക്കെ എനിക്ക് ഇജാസത്ത് നൽകിയിട്ടുണ്ട്. മഞ്ഞനാട് ഉസ്താദിൻ്റെ അടുക്കൽ നിന്ന് ബഹുമാനപ്പെട്ട ശംസുലമയും ചില ഇജാസത്ത് വാങ്ങിയിട്ടുണ്ട്. മഞ്ഞനാട് ഉസ്താദ് തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞ വിഷയമാണ്. പിന്നെ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇജാസത്തുകളൊക്കെ ഉണ്ടാവും. മമ്മിക്കുട്ടി അതിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അരിമ്പറ അബൂബക്കർ മുസ്ലിയാരായിട്ടുണ്ട്. അതുപോലെയൊക്കെ ഉണ്ടാവും. കാര്യമായിട്ട് നമ്മൾ മറ്റു മേഖലയിലേക്കൊന്നും കടന്നിട്ടില്ല. കൂടുതൽ വദീഫകളൊക്കെ ഏറ്റെടുത്താൽ ഈ ദർശനം അതുപോലെ തന്നെ ഈ തരീഫിനൊക്കെ പ്രയാസമാവുന്നുള്ള ഉസ്താദന്മാരിന് പറയാറുണ്ട്. പിന്നെ പല മഹാന്മാരും കാണാൻ പറ്റി. അൽഹംദുലില്ലാ സദഖത്തുള്ള ഉസ്താദിനെ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ പറയപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, മഞ്ഞനാട് ഉസ്താദ്, ശംസുലമ, അങ്ങനെ കുറേ മഹാന്മാരെ കണ്ടു തന്നെ ഒരു തബറുക്കാണല്ലോ. ആ നിലക്കുള്ള മഹാന്മാരെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയെന്നുണ്ട്. അൽഹംദുലില്ലാ അല്ലാഹു തആല അതിൻ്റെയൊക്കെ ബർക്കത്തുകൊണ്ട് സ്വർഗ്ഗത്തിൽ വെച്ച് കാണേണ്ട തോഫിക്കാൻ. മഞ്ഞനാട് ഉസ്താദിനായിട്ടുള്ള അനുഭവത്തിൽ അന്ന് ഉസ്താദിൻ്റെ കൂടെ ഉസ്താദ് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉസ്താദിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു യാത്രയിൽ. അങ്ങനെ ഉസ്താദ് ഞാനും മഞ്ഞനാട് ഉസ്താദിൻ്റെ വീട്ടിലെത്തിയപ്പോൾ മഞ്ഞനാട് ഉസ്താദിൻ്റെ ഭാര്യയെ ആ വീട്ടുകാർ പറഞ്ഞു, നിങ്ങളെ തേടി കാറുമായി ഉപ്പ റെയിൽവേ സ്റ്റേഷനിൽ. ഉസ്താദ് ഓർക്കുന്നുണ്ട് ആ സംഭവം? ഓർക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ചു വന്ന് ഞാൻ അപ്പോൾ അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ കുറ്റിയടിക്കാനൊക്കെ പോയ രംഗങ്ങൾ ഞാൻ ആലോചിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഉസ്താദ് കുറ്റിയടിക്കണം എന്ന് പറഞ്ഞ് ഉസ്താദിനെ മുന്തിച്ച രംഗങ്ങൾ ഞാൻ ഇപ്പോൾ അയവിറക്കുകയാണ്. ഈ സന്ദർഭത്തിൻ്റെ ഓർമ്മകളിൽ വരികയാണ്. ഉസ്താദ് ഓർക്കുന്നുണ്ട് ആ സംഭവങ്ങളൊക്കെ? ഓർക്കുന്നുണ്ട്. അവസാനം വിട്ടുപിരിയുമ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞല്ലോ, എൻ്റെ ഹബീബ് പിരിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് യാത്രയാക്കിയ രംഗമാണ് ഇപ്പോൾ എനിക്കിപ്പോൾ ഈ ഉസ്താദിൻ്റെ മശായിഖന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ ഇതിലേക്ക് തേട്ടി വന്നത്. അതായത് ഉസ്താദ് പറഞ്ഞ പോലെ അവർ വർക്കത്ത് കൊണ്ടൊക്കെ അല്ലാഹു ഉസ്താദിന് കാഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. അതൊക്കെ ആസ്വദിക്കാനുള്ള ആയിരം ആരോഗ്യവും ആയുസ്സും അല്ലാഹു നമുക്ക് നൽകട്ടെ. പിന്നെ ഉസ്താദിനോട് ഇപ്പോൾ ചോദിക്കാനുള്ളത്, ഈ കാലഘട്ടങ്ങളിൽ ഉസ്താദ് വിദേശയാത്രകൾ ഹജ്ജും ഉംറയും അല്ലാതെയുമായിട്ട് നടത്തിയ രാജ്യങ്ങൾ, പോയ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ഇറാഖ്, ബഗ്ദാദ്, ഈജിപ്ത്, ജോർദാൻ, സിറിയ, പിന്നെ ബൈത്തുൽ മുഖദ്ദസ്, ഇസ്രായേൽ, അങ്ങനെ അതിനുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുണ്ട്. മലേഷ്യ സന്ദർശിച്ചിട്ടുണ്ട്. സിംഗപ്പൂർ സന്ദർശിച്ചിട്ടുണ്ട്. പലതിനും കൂട്ടുകായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഹസൈൻ അൽബാഖി കൂടെ ഉണ്ടായിരുന്നു. സുഹൃത്തിൻ്റെ ശിഷ്യന് സുഹൃത്തെന്ന് പറയാം. അൽഹംദുലില്ലാ തരീഫിൻ്റെ രംഗത്ത് എൻ്റെ ഒരു പിൻഗാമിയായിട്ട് ഉഷാറായിട്ട് എന്ത് ചെയ്യുന്നു രംഗത്ത് വരുന്നുണ്ട്. അല്ലാഹു തആല കൂടുതൽ ബർക്കത്ത് കൊടുക്കട്ടെ.
അപ്പോൾ നമ്മളെ ദർസിൽ പഠിച്ചവർ തരീഫിൻ്റെ മേഖലയിൽ പ്രക്ഷോഭിക്കുന്നവരുണ്ട്, ദർസിൻ്റെ മേഖലയിൽ പ്രക്ഷോഭിക്കുന്നവരുണ്ട്. ഇബ്രാഹിം ബാക്കവി പോലത്തെ കുറേ ആളുകൾ മുദരിസുമാരായിട്ട് ഉഷാറാക്കും. പിന്നെ ബദറുദ്ദീൻ അൻവരി പോലെയുള്ള ആളുകൾ പ്രസംഗ മേഖലയിലുണ്ട്. ചില അബ്ദുൽ ജലീൽ റഹ്മാൻ വാണി എന്നവർ, എൻ്റെ അബ്ദുസമദ് ഹസനി പോലെയുള്ള അവരൊക്കെ എന്ത് ചെയ്യുന്നു, രംഗത്തുണ്ട്. പിന്നെ ദർസിൽ പഠിച്ച ഡോക്ടർമാരായിട്ടുണ്ട്. ഉമർ ഡോക്ടറുണ്ട്. പിന്നെ വേറെ അവരെ പിന്നെ പഠിക്കൽ അബ്ദുൽ മജീദ് ഡോക്ടറുണ്ട്. അങ്ങനെ പല മേഖലയും മാസ്റ്റർമാരായിട്ടുണ്ട്. അബൂബക്കർ മാസ്റ്ററുണ്ട്, അബ്ദുൾ റൂഫ് മാസ്റ്ററുണ്ട്. അങ്ങനെ പല മേഖലയിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ബിസിനസ് നടത്തുന്ന മുജീബ് റഹ്മാൻ സഖാഫി പോലെയുള്ള അവരുണ്ട്, പല ആളുകളുണ്ട്. എല്ലാവരും ഒരേ മേഖലയിൽ തന്നെ തുടർന്നോടണമെന്നില്ലല്ലോ. ഏതായിരുന്നാലും ഈ അഭിജിത്തിൻ്റെ കണക്കനുസരിച്ചൊക്കെ ഇങ്ങനെ കൃത്യമായിട്ടൊരു വർഷത്തിൽ 50 കിതാബെങ്കിലും എഴുതണം എന്നുള്ള അസമൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചത്. ഇപ്പോൾ ആയുസൊക്കെ കുറേ ആയി, ആരോഗ്യം കുറഞ്ഞു വരികയാണ്. ഇതങ്ങളൊക്കെ ദ്വാരമുണ്ടാകും, പെടുത്തണം പറയാനുള്ളത്. അവസാനമായി 40 വർഷമായല്ലോ ഇപ്പോൾ ഈ ദർസി രംഗത്ത് തുടരുന്നു. ഏകദേശം ഉസ്താദിന് ഒരു 60-ഓളം വയസ്സായി. അറബി ഏതാണ് 60ആയി. നമ്മുടെ ഈ പൊതുസമൂഹത്തോട്, ഈ പുതിയ തലമുറയോട് ഉസ്താദിന് എന്തെങ്കിലും സമയങ്ങളെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ വരാനിരിക്കുന്ന ഭാവി ഭാസുരമാകണമല്ലോ, അതിന് എന്തെങ്കിലും ഒരു സതുപദേശങ്ങൾ പ്രേക്ഷകരായ നമ്മുടെ ഇത് ശ്രദ്ധിക്കുന്ന ദർശിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഒരു സതുപദേശം, നമ്മളെപ്പോലത്തവർക്ക് എന്നൊന്നും അത് നിലനിൽക്കുക ഉപദേശം, എന്തെങ്കിലും ഒരു ഉപദേശം നൽകിയാൽ നന്നായിരുന്നു. വായത് മുത്തൈതായി ആവണം ആദ്യം. എന്തുപദേശം നൽകുക എന്നുള്ളതാണ്. സമയം പാഴാക്കാതിരിക്കുക, അതാണ് ഏറ്റവും പ്രധാനം. സമയം നല്ലതിന് വേണ്ടി ചിലവഴിക്കുക. ആയുസ് എത്ര അള്ളാഹുത്തര നിശ്ചയിച്ചത് ആർക്കും തന്നെ അറിയുകയില്ല. ആരും വിചാരിക്കാത്ത സന്ദർഭത്തിലാണ് ഈ ലോകത്തോട് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ നിലക്ക് നമ്മൾ ജീവിക്കുമ്പോൾ പരമാവധി ഉള്ള സമയം കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായിട്ട് ചിലവഴിക്കാൻ സാധിച്ചാൽ ഭാഗ്യവാന്മാരായി. ഇല്ലെങ്കിൽ ആ സമയത്ത്, മരണം വരുന്ന സമയത്ത് പിന്നെ ഖേദിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നേരത്തെ തന്നെ ഏതവസരത്തും പെട്ടെന്ന് എനിക്ക് മരണം സംഭവിക്കാമെന്ന ആ മനസ്സോട് കൂടിയിട്ട് പരമാവധി നിമിഷങ്ങൾ ദീനിന് വേണ്ടിയിട്ട് അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ടതായ വഴിയിലൂടെ ചിലവഴിക്കാൻ ശ്രമിക്കുക. അത് എഴുത്താവട്ടെ, പ്രസംഗമാവട്ടെ, പ്രബന്ധമാവട്ടെ, മറ്റെന്തെങ്കിലും ദുന്യവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാവട്ടെ, തെറ്റായ ദിശയിലേക്ക് നീങ്ങരുത് എന്ന് മാത്രം. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പരമാവധി നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ശുദ്ധി അത് കാത്തു സൂക്ഷിക്കുക. ഈമാൻ വർദ്ധിക്കാനും ഇഖ്ലാസ് വർദ്ധിക്കാനും തഖ്വ വർദ്ധിക്കാനും ഉള്ളതായ കാര്യങ്ങൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ നമ്മുടെ ഒരുപാട് ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉസ്താദ് പൊതുവെ വേദികളിൽ ഫാമിലി മീറ്റിംഗ് വരികയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യക്ഷപ്പെടാറില്ല. പൊതുവെ നിർബന്ധിത സാഹചര്യങ്ങളിലെ ഉസ്താദ് വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടാറുള്ളൂ, നമുക്കറിയാം. പക്ഷേ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് എന്നൊന്നും നിലനിർത്താൻ പറ്റുന്ന ചില വെറുതുകൾ ഉസ്താദ് നൽകാറുണ്ട്. ആ വെറുതുകൾ ഏതൊക്കെ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ. അതിപ്പോൾ അടുത്ത് കഴിഞ്ഞ ഫാമിലി മീറ്റിൽ ഞാൻ പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അദീം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി വസല്ലം. അതിപ്പോൾ സാധിക്കുന്നതനുസരിച്ച് 100 പ്രാവശ്യമെങ്കിൽ എന്തായാലും എല്ലാവരും നിർവഹിക്കണമെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. അത് 100 200 500 പ്രാവശ്യമൊക്കെ ചൊല്ലുന്നവരുണ്ട്. ഇതെന്തായാലും കൂടുതൽ അവർ അതൊക്കെ പതിവാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ആത്മീയത എന്ന് പറഞ്ഞാൽ വളരെ തട്ടിപ്പിന് വളരെ മോശമായ നിലയിൽ ചിത്രീകരിക്കപ്പെടുന്ന ഈ കാലഘട്ടം. അപ്പോൾ ഈ സമൂഹത്തോട്, ഈ നവയുഗത്തോട് അവർ ഇതുപോലെ ഏതെങ്കിലും ഒരു ത്വരീക്കത്ത് അത്യന്താപേക്ഷിതമാണ്, ഒരു ത്വരീക്കത്തില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ അതൊക്കെ വൈറലായിട്ട് ജനങ്ങൾ കാണുകയാണ്, കേൾക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് ഭാവിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈ ആത്മീയതയിൽ നമ്മൾ നേരിടേണ്ട വെല്ലുവിളികളെ അതിജയിക്കാൻ എന്തെങ്കിലും ഒരു ക്യാപ്സൂൾ നമുക്ക് പറഞ്ഞു തരാൻ? ത്വരീഖത്ത് എന്ന് പറഞ്ഞപ്പോൾ ത്വരീഖത്തുൻ നഖ്ദും ബി അഹ്വതക്കൽ വറഅ, അതാണല്ലോ ഏറ്റവും സൂക്ഷ്മമായ മാർഗം സ്വീകരിക്കുക. അതാണത് ത്വരീഖത്ത് പറഞ്ഞാൽ. പക്ഷെ ഇന്ന് ത്വരീഖത്ത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം ഓരോരുത്തരെ വിമർശിക്കലും അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും വ്യക്തികൾക്കിടയിൽ എന്തെങ്കിലും ഭിന്നിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കലും ഇതൊക്കെയാണ് ത്വരീഖത്ത് എന്നുള്ള മനസ്സിലാക്കുന്ന കാലഘട്ടമാണിത്. അതുകൊണ്ട് തന്നെ ത്വരീഖത്ത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഒരു വെറുപ്പ് വരികയാണ്.
അത് സംഭവിക്കാനുള്ള കാരണം ചിലപ്പോൾ ത്വരീഖത്തിൻ്റെ പേരിൽ നമ്മൾ കേൾക്കുന്ന പല വിവാദങ്ങളും പ്രശ്നങ്ങളായിരിക്കും. ത്വരീഖത്താണ് മർമ്മം. അത് ഏറ്റവും സൂക്ഷ്മമായ മാർഗം സ്വീകരിക്കലാണ്. അഹം വ്യാഹിമത്തക്കൽ നല്ല വറവോട് കൂടിയിട്ട് ഒരാളെയും കുറ്റപ്പെടുത്താതെ, അതായത് സുന്നത്തമായത്തിൻ്റെ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല. ഇനി വിദേഹത്തിൻ്റെ ആരോഗ്യം കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ വിദേഹത്തിലേക്ക് ജനങ്ങൾ പോകുന്നത് തടയാൻ വേണ്ടിയിട്ട്. ആ നിലക്ക് പരമാവധി നമ്മുടെ ആയുസ്, നമ്മുടെ നിമിഷങ്ങളൊക്കെ എന്തെങ്കിലും അള്ളാഹുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. ഇതാണ് ഇപ്പോൾ ത്വരീഖത്തിൻ്റെ ലക്ഷ്യം. അതല്ലാതെ ഓരോരുത്തരെ വിമർശിക്കാൻ വേണ്ടിയും വിമർശിച്ചവർക്ക് മറുപടി പറയാൻ വേണ്ടിയും അങ്ങനെ സമയം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ എന്ത് ത്വരീഖത്തിനേക്കാണ് അവസരം കിട്ടുക? അള്ളാഹുമായിട്ട് ബന്ധം സ്ഥാപിക്കാനുള്ള സമയം പറ്റി നഷ്ടപ്പെട്ടു പോകല്ലേ. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഉസ്താദ് ഇപ്പോൾ നടത്തുന്ന ദർസ് ഓമച്ചുപോയ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ 80 കുട്ടികളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ആ കുട്ടികൾക്ക് ഉസ്താദ് അവരെ വളർത്തുന്നതിൽ അവർക്ക് നൽകുന്ന ഉപദേശങ്ങൾ, അവരുടെ ഇപ്പോൾ ഉസ്താദിൻ്റെ ദർസിൻ്റെ നിയമങ്ങൾ, ആ കുട്ടികളെ വളർത്തുന്നതിൽ ഉസ്താദ് കാട്ടുന്ന ആ താല്പര്യം, അവരെ ഈ ആത്മീയതയിലേക്ക് അവരെ കൊണ്ടുവരാൻ ഉസ്താദ് ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞാൽ നമുക്കും നമ്മുടെ മക്കൾക്ക് നമ്മുടെ ദർസുകളിലേക്ക് ഉസ്താദിൻ്റെ ശിഷ്യന്മാരായ മുദരിസുമാർക്കും അതൊക്കെ പാടാവും. പഴയ കാലവും ഈ കാലവും നമ്മൾ വ്യത്യാസമുണ്ടല്ലോ. പഴയ കാലത്ത് ആത്മീയമായിട്ട് മാത്രം മുന്നേറാൻ വേണ്ടി പറഞ്ഞാൽ കുട്ടികൾ അനുസരിക്കും, രക്ഷിതാക്കളും തയ്യാറാവും. ഇന്ന് അങ്ങനെയല്ല. ഭൗതിക വിദ്യാഭ്യാസവും വേണം, ഭൗതികമായ സർട്ടിഫിക്കറ്റും വേണം. വിദ്യാഭ്യാസം മാത്രം പോരാ, വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അത്യാവശ്യം. അങ്ങനെയുള്ള സാഹചര്യമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മതപരമായിട്ടും പിന്നെ ഭൗതികപരമായിട്ടും പഠിക്കാനുള്ള സംവിധാനം ഈ ദർസിലുണ്ട്. നമ്മുടെ ദർസിൻ്റെ പേര് ബയാനുലും ദർസ്. ഈ ദർസിന് പഠിച്ച് പോയി ദർസ് നടത്തുന്ന അവരൊക്കെ പേരിട്ടുള്ള ബയാനുലും ദർസാണ്. അപ്പോൾ ഈ ബയാനുലും ദർസ് ഇപ്പോൾ 80 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. അവർക്ക് ഭൗതികപരമായിട്ടും മതപരമായിട്ടും പഠിക്കാനുള്ള എല്ലാ സംവിധാനവും കൂടെ ഉണ്ട്. കമ്പ്യൂട്ടറുണ്ട്, പിന്നെ നിർദ്ദേശങ്ങളുണ്ട്, പിന്നെ സുബേസ്കാരം കഴിഞ്ഞ ഉടനെ ഇവിടെ അന്ത്യവിശ്രമം കൊണ്ട 2 മഹാന്മാരുണ്ട്. കരിങ്കപ്പാറ ഉസ്താദും ബഹുമാനപ്പെട്ട ഹാഫിദ് അബൂബക്കർ മുസ്ലിയാരും. 2 ആളുടെയും ഖബറങ്ങൾ ചെന്ന് ഫാത്തിഹയും ഇഖ്ലാസും മുഴുവനും ഓതി പ്രാർത്ഥന നടത്തിയതിന് ശേഷമാണ് മുകളിലേക്ക് കയറുന്നത്. കയറിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഖുർആൻ ഓതും. ഒരാൾ ഓതി കൊടുക്കും, അത് കേട്ട് മറ്റൊരാളുകൾക്ക് ഓതും. അങ്ങനെ ഓരോരുത്തരും ഓരോ ദിവസം മാറി മാറി ഓതി കൊടുക്കും. അവത്ത് കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ നൽകാണ്ടെങ്കിൽ ആ സമയത്ത് എല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് നിർദ്ദേശങ്ങൾ നൽകും. പിന്നീട് ക്ലാസ്സുകൾ തുടങ്ങും. സ്കൂളിൽ പോകുന്നവർക്ക് അതിന് മുമ്പ് അവരുടെ ക്ലാസ് തീർത്ത് അവർ സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ സംവിധാനമൊക്കെ ക്ലിയറാണ്. ബസ് ഇങ്ങോട്ട് വരും. അങ്ങനെ സ്കൂൾ പഠനം കഴിഞ്ഞതിന് ശേഷം ബസ്സിൽ അവരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാക്കുകയും ചെയ്യും. പിന്നീട് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഖിറാഅത്തിൻ്റെ ക്ലാസ്സുണ്ട്. അസറിൻ്റെ ശേഷം എന്നും ഞാൻ നേരത്തെ പറഞ്ഞ ദിക്ർ പതിവായിട്ട് ചൊല്ലും, ദുആണ്ട് അതിൻ്റെ ശേഷം. പിന്നെ ആഴ്ചയിലൊരു ദിവസം മൗലിദ് പാരായണം നടത്തും. മാസത്തിൽ പ്രാവശ്യം ബുർദ ഉണ്ട്. പിന്നെ മറ്റ് പ്രത്യേകിച്ച് എന്തൊക്കെയാണ് വേണ്ടത്, എഴുത്തോ ഭാഷാ പഠനവും പിന്നെ പ്രബന്ധ പരിശീലനമോ ഒക്കെ ഇതിനൊക്കെ നടത്താനുള്ള സംവിധാനങ്ങളുണ്ട്. എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഉസ്താദിനെ പൊതുവെ നമ്മൾ ശിഷ്യരായാലും ഇനി ദർശനം നടത്തുന്ന ഓമച്ചുപോയ പള്ളിയിലുള്ള ആളുകളൊക്കെ പല പരിപാടിക്കും ഉസ്താദിനെ ക്ഷണിക്കാറുണ്ടെന്ന് കേൾക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോഴൊക്കെ കഴിവുകേട് പറഞ്ഞ് ആ പരിപാടിയെ തൊട്ട് ഉസ്താദ് ഓടലാണ് പതിവ്. എന്താണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട് ഉസ്താദിന് വല്ല പ്രയാസവും ഉണ്ടോ, നേരിടുന്നുണ്ടോ? പരിപാടികളിൽ യഥേഷ്ടം പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം പ്രധാനമായും എൻ്റെ ശരീരത്തിൻ്റെ പ്രകൃതിയാണ്. എടപ്പാൾ ദർസ് ആരംഭിച്ച് 2 വർഷമായപ്പോൾ അതിശക്തമായ ഉഷ്ണം ശരീരത്തിലേക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ വസ്ത്രങ്ങളൊക്കെ കൃത്യമായിട്ട് ധരിച്ച് പൊതുരംഗത്ത് കുറച്ച് സമയം ചിലവഴിച്ചാൽ അതിൻ്റെ കാലത്ത് ചിലപ്പോൾ ആഴ്ചകളോളം പ്രയാസങ്ങൾ അനുഭവപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ പരമാവധി അത്തരം സദസ്സുകൾ പങ്കെടുക്കുന്ന ഒഴിവാക്കി. അതിൻ്റെ പുറമെ സമയം ലാഭിക്കാനും അത് ഉതകും. കാരണം
ഒരു പരിപാടിയിലേക്ക് പോയി എന്തായാലും 2-3 മണിക്കൂറെങ്കിലും അതിനുവേണ്ടി ചിലവഴിക്കേണ്ടി വരും. പരമാവധി നമ്മൾ ജനസമ്പർക്കം ചുരുക്കി സമയം ലാഭിക്കാൻ നോക്കിയാൽ നമുക്ക് താലീമിനും തരീഫിനൊക്കെ അവസരം കിട്ടും. അതിൻ്റെ ഭാഗം തന്നെയാണ് ഇവിടെയും റൂമിൻ്റെ ഡോർമിൽ എഴുതി വെച്ച് ഓരോ നിമിഷവും അമൂല്യമാണ്, അത്യാവശ്യത്തിനല്ലാതെ റൂമിലേക്ക് ആരും പ്രവേശിക്കരുത്. ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും പരാതികളൊക്കെ പറയാൻ ഒരു ദിവസം നീക്കി വെച്ചിട്ടുണ്ട്. വെള്ളിയാഴ്ച വീട്ടിൽ കാര്യമായ കാര്യങ്ങളൊന്നും നടക്കുകയില്ല എന്നുള്ളതറിയാം. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച വീട്ടിലേക്ക് പലരും പല ആവശ്യങ്ങൾക്ക് കൊണ്ട് വരുന്നു. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി സമയം നീക്കി വെക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിലാകുമ്പോൾ പിന്നെ ഈ നിരക്കുള്ള വസ്ത്രത്തിൻ്റെ മറ്റൊരു പ്രയാസമൊന്നും അനുഭവപ്പെടില്ലല്ലോ. ആനക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ സംസാരത്തിൻ്റെ വെള്ളിയാഴ്ച ദിവസം ജനങ്ങൾക്ക് വേണ്ടി ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ അവിടെ വെള്ളിയാഴ്ച സന്ദർശിക്കാൻ വരാറുണ്ട്. അവരുടെ ഒരുപാട് പ്രയാസങ്ങൾ, വലിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ഒഴിവാക്കിയ പല സംഗതികളും ഉസ്താദിൻ്റെ കൊടുക്കുന്ന ദിക്റിൻ്റെ പോരിശ കൊണ്ട് അള്ളാഹു അവർക്ക് അതിൽ നിന്നൊക്കെ കരകയറ്റിയ ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ അനുഭവത്തിലുണ്ട്. ഞാനും അതിന് ദൃക്സാക്ഷിയാണ്, അനുഭവസ്ഥനാണ്. പക്ഷേ ഉസ്താദ് ഇന്ന് ഈ ചികിത്സാ മേഖലകളിൽ ഉസ്താദ് അവലംബിക്കുന്നത് ഏത് മാർഗങ്ങളാണ്? അസ്മാകൾ അതുപോലെ തന്നെ പല സംഭവങ്ങളും എല്ലാം ചികിത്സാ രംഗത്ത്. അപ്പോൾ ഉസ്താദ് ഖുർആൻ ചികിത്സകളാണോ അല്ല എന്താണ് ആ ചികിത്സാ രീതിയെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ? ചികിത്സ എന്ന് പറഞ്ഞാൽ ഖുർആന്, ദിക്ർ, ദുആ, ഇതാണ് ഏറ്റവും പ്രധാനമായ ചികിത്സ. കാരണം മറ്റ് ഭൗതിക ചികിത്സകളൊക്കെ പരാജയപ്പെടുന്ന സമയത്താണല്ലോ ഇത്തരം സാഹചര്യത്തിലേക്ക് ജനങ്ങൾ നീങ്ങുക. ഡോക്ടർമാർ ചികിത്സിച്ച് എല്ലാം പരാജയപ്പെടുമ്പോൾ പറയും, നിങ്ങൾ ദൈവത്തോട് പറയും നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് രോഗികളുടെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറയാറുള്ളത്. നമ്മൾ നേരത്തെ തന്നെ ആ കാര്യങ്ങൾ നിർവഹിക്കുക. റബ്ബിനോട് പറഞ്ഞാൽ വിജയിക്കാത്തൊന്നുമില്ല, റബ്ബ് തീരുമാനിച്ചതൊക്കെ നടക്കും. എത്രയോ അനുഭവങ്ങൾ ആ വിഷയത്തിലുണ്ട്. എത്രയോ പ്രമുഖന്മാർ, ഡോക്ടർമാർ വരെ എന്ത് ചെയ്യുന്ന ആർക്ക് സമീപിച്ചിട്ടുമുണ്ട്. വലിയ മന്ത്രിമാരുടെ മക്കളൊക്കെ അവിടെ വന്നതൊക്കെ ഞാൻ ആ വിഷയം അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വന്നത് ഡോക്ടറായിരുന്നു. മന്ത്രിയുടെ മകളാണ് മാത്രമല്ല ആ മകൾ ഡോക്ടറും കൂടിയാണ്. ഒരു ഡോക്ടറല്ല, ഒരുപാട് ഡോക്ടർ എൻ്റെ അനുഭവം. ഉസ്താദ് ഒരു ഡോക്ടറായിട്ട് അല്ല, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് 3-4 ഡോക്ടർമാരുണ്ട്. ഇതൊന്നും ഇപ്പോൾ എൻ്റെ ഒരു കഴിവല്ല, ഞാൻ ഒന്നിനും അർഹനുമല്ല. പക്ഷേ എനിക്ക് പിന്നെ ഇജാസത്ത് തന്ന മഹാന്മാർ വലിയ മഹാന്മാരാണല്ലോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ദിക്ർ, ദുആ, ഖുർആൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളതായ ഏതെങ്കിലും നിരക്കുള്ള വിമർശിക്കപ്പെടുന്ന ചികിത്സകളേക്കാൾ ഏറ്റവും ഉചിതമായത് ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ തന്നെ അത് ചൊല്ലിയതിൻ്റെ വർക്കത്തിന് നിയ്യത്ത് നന്നാക്കി അതിൻ്റെ കൂലിയെങ്കിലും ലഭിക്കും. അവിതർക്കിതമായ ആ നിരക്കുള്ള ഒരു ചികിത്സ, ആ ചികിത്സ നമുക്ക് ആഖിറത്തിൽ ബോധിക്കുന്നതാവണം. കാരണം നമ്മൾ ദിക്ർ കൊടുത്ത് അല്ലെങ്കിൽ ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വിഹിതം, ഒരു കൂലി നമുക്കും അല്ലാഹു തആല നൽകുമല്ലോ. ആ നിരക്ക് ആണ് നമ്മൾ ദിക്റൊക്കെ നിർദ്ദേശിക്കാറുള്ളത്. ഇനി നമുക്ക് അവസാനിപ്പിക്കാം അല്ലേ? ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഉസ്താദിൻ്റെ സമയങ്ങളിൽ നിന്ന് അനുഭവങ്ങൾ ഒരുപാട് നമുക്ക് അടർത്തിയെടുക്കാൻ, അത് ജീവിതത്തിലൊക്കെ പകർത്താൻ ഇൻഷാ അല്ലാഹ് ഈ ഉസ്താദ് ചിലവഴിക്കുക സമയം ഒരിക്കലും നഷ്ടപ്പെടില്ല. അത് ഉപകരിക്കും ഇത് കാണുന്ന പ്രേക്ഷകർ. അതുപോലെ തന്നെ ഉസ്താദിൻ്റെ ആയിരക്കണക്കിന് വരുന്ന ശിഷ്യസമ്പത്ത് അവരൊക്കെ ഈ വീഡിയോ കാണും. 40-ാം വാർഷികത്തിൻ്റെ നിറവിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ കഴിയുന്നതും ഈ വീഡിയോകളൊക്കെ നമ്മൾ പ്രചരിപ്പിക്കും. അത് കാണുമ്പോൾ അവർക്കത് ഉപയോഗപ്പെടുത്തുകയും നാളെ അവർക്കത് ഉപകാരപ്പെടുകയും നാളെ നമുക്ക് ഉസ്താദിനോട് കൂടെ ഒന്നിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമാവുകയും ചെയ്യുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷ വെക്കുന്നത്. അതുകൊണ്ട് നമ്മളെ ഉസ്താദിൻ്റെ തണൽ എന്നും നമുക്ക് നിലനിൽക്കുകയും ആ തണൽ ആസ്വദിച്ച് അവരുടെ ഗുരുത്വവും പൊരുത്തവും ഒക്കെ ലഭിക്കുന്ന യഥാർത്ഥ ശിഷ്യഗണങ്ങളിൽപ്പെട്ട് നാളെ ഉസ്താദിനോട് കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണം. അള്ളാഹു നമുക്കും അവർക്കും അവരുടെ ഗുരുക്കന്മാർ, അവരുടെ മാതാപിതാക്കൾ, ബന്ധപ്പെട്ടവർ, അവരോട് ബന്ധപ്പെടുന്നവർ അവർക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് സമാപനം കുറിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.